ഈ റിപ്പബ്ലിക് ദിന സന്ദേശം എന്താണ് പറയേണ്ടതെന്നുള്ളതിനെ പറ്റി ഞാൻ ആലോചിച്ചപ്പോൾ നമുക്കറിയാം 1950 റിപ്പബ്ലിക് ആയത്. അപ്പം 77 വർഷമായി. നമ്മൾ വിചാരിച്ചിരുന്ന ഓരോ വർഷം മുമ്പോട്ട് പോകുന്തോറും ഈ റിപ്പബ്ലിക് കൂടുതൽ കരുത്താർജിക്കും, അതിന്റെ അടിത്തറ ഉറയ്ക്കും. അതേപ്പറ്റി രാഷ്ട്ര നിർമ്മാതാക്കൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളുകൾ അവര് പടുത്തുയർത്തിയ സങ്കല്പം, അവര് പറഞ്ഞു തന്ന അല്ലെങ്കിൽ നമുക്ക് കൈമാറി തന്ന സങ്കല്പവും സ്വപ്നവും ഒക്കെ ഉണ്ട്. അത് സാക്ഷാത്കരിക്കപ്പെടുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് ഇന്ന് റിപ്പബ്ലിക് വാസ്തവത്തിൽ സാധാരണ വെല്ലുവിളികളെ നേരിടുക എന്ന് പറയും. വെല്ലുവിളികളല്ല, ഭീഷണി തന്നെ നേരിടുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ്. അതിൽ 2 കാര്യങ്ങൾ, പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ ഉണ്ട്, പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് അധികം പേരും, പിന്നെ വക്കീലന്മാരാണ്. അതുകൊണ്ട് അതിൽ 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ ഭരണഘടന തന്നെ നമുക്കറിയാം, ഒരു റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഭരണഘടനയാണ്. നമുക്ക് മതങ്ങൾക്ക് വേദഗ്രന്ഥങ്ങളുണ്ട്, ഓരോ മതത്തിനും അതിൻ്റെതായ വേദഗ്രന്ഥങ്ങളുണ്ട്. ആ വേദഗ്രന്ഥങ്ങളാണ് മതങ്ങളുടെ അടിസ്ഥാനം, അതിന്റെ അടിത്തറ ഉറപ്പിക്കുന്ന അതാണ്. എന്ന് പറയുന്നത് പോലെ താരതമ്യത്തിൽ ചില പന്തികേടുണ്ടെങ്കിലും ഒരു റിപ്പബ്ലിക്കിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഒരു ഭരണഘടനയാണ്. അത് മതഗ്രന്ഥങ്ങളെ പോലെ, വേദഗ്രന്ഥങ്ങളെ പോലെ അല്ല. അത് വ്യത്യാസം. ഈ വേദഗ്രന്ഥങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ അതിന്റെ ആളുകൾ സമ്മതിക്കുകയും വിശ്വാസികളും നേതാക്കളും സമ്മതിക്കുകയില്ല എന്നുള്ളതാണ്. അതിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം ആത്യന്തികമായ സത്യങ്ങളാണ്, അബ്സല്യൂട്ട് ആയിട്ടുള്ള. ഭരണഘടനയെ സംബന്ധിച്ച് അങ്ങനെ ഒരു അവകാശവാദം ഇതിന്റെ നിർമ്മാതാക്കൾ പോലും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് മോഡിഫൈ ചെയ്യപ്പെടണം. അതിന് ഭേദഗതികൾ വരുത്താനുള്ള പ്രൊവിഷൻസോട് കൂടിയിട്ടാണ് ഭരണഘടന നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച സഭ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഇന്ത്യയിൽ അക്കാലത്ത് മാത്രമല്ല ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏത് കാലത്തും നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രതിഭാശാലികളായിട്ടുള്ള, അതിനുശേഷമോ അതിനു മുമ്പോ അത്രയും പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ഒരു ചരിത്ര കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള സമാനമായ ഒന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവില്ല. അങ്ങനെയുള്ള ഒരു ഗാലക്സി, ഒരു നക്ഷത്ര വ്യൂഹം പോലെയാണ്. ഞാൻ പേരുകളൊന്നും എടുത്തു പറഞ്ഞ് സമയം കളയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അവരുണ്ടാക്കിയതാണ്. ദീർഘകാലത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് ഭരണഘടന ഉണ്ടാക്കിയത്. അതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ വിസ്മയം തോന്നുന്നുള്ളതാണ്. അതായത് ഏകദേശം 2 വർഷം 11 മാസം 17 ദിവസം. അതാണ് 1946 ഡിസംബർ 9 ഈ ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. 49 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചത്. അതുവരെയുള്ള സമയത്ത് നടന്നിട്ടുള്ള ചർച്ചകളുണ്ട്. അതായത് 165 ദിവസം ചർച്ച ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ ഭരണഘടന. അതിനുശേഷം വന്നിട്ടുള്ള ആളുകൾ നമുക്കറിയാം, നമ്മുടെ രാജ്യസഭയിലും ലോകസഭയിലും ഒക്കെ അംഗങ്ങളായിട്ട് വരുന്ന ആളുകള് മനുഷ്യരുടെ മുമ്പിൽ വർത്തമാനം പറയും നമ്മൾ കേൾക്കുന്നില്ല. മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ആളുകളാണ് പലപ്പോഴും ജനപ്രതിനിധികളായിട്ട് വരുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഇതിനകത്ത് എത്രയാ ഭേദഗതികൾ വരുത്തിയിട്ടുള്ളത്? 100ഓളം ഭേദഗതികൾ. അതുകൊണ്ട് ഭേദഗതി ചെയ്യാവുന്ന ഒന്നാണ് ഭരണഘടന എന്ന് പറയുന്നത്. പക്ഷേ ഭരണഘടനയാണ് ഇതിന്റെ അടിത്തറ എന്നുള്ളത് നമ്മൾ സമ്മതിക്കണം. ഈ ഭരണഘടന ശരിയല്ല എന്ന് പരോക്ഷമായി പ്രത്യക്ഷമായും പറയുന്ന ആളുകൾ ഇന്ന് ഈ ഭരണം നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ചില ആളുകൾ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ, പത്രത്തിലൊക്കെ വരും, മനുസ്മൃതി വേണം ഭരണഘടനയായിട്ട് എന്ന് പോലും പറയാൻ ധൈര്യം കാണിക്കുന്ന, ഔദ്ധത്യം കാണിക്കുന്ന ആളുകൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടമാണ് ഇപ്പോൾ ഈ രാജ്യത്തിന്റെ ഭരണസാരഥ്യം വഹിക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതാണ്. അതുകൊണ്ട് ഇത് നമ്മൾ വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഭരണഘടന ജനാധിപത്യത്തിന്റെ ഒരു പ്രമാണ രേഖയായ, അടിത്തറയായ ഈ ഭരണഘടനയ്ക്ക് നേരെ ഉയർന്നു വരുന്ന ഈ വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളിയെ നമ്മൾ മനസ്സിലാക്കുകയും എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അതിനെ ഫലപ്രദമായി നേരിടുന്നതിന് തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നോട് ചില ആളുകൾ പറഞ്ഞത്, ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ പല വേദികളിലും പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് നിങ്ങളൊരു ചെറിയ ചുമന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു എഞ്ചുവടി പോലുള്ള ഒരു ചുവന്ന പതിപ്പുണ്ട്, എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ ഒരു കോപ്പി. അതിങ്ങനെ കാണിച്ചാണ് ഏത് വേദിയിൽ ഇത് കാണിക്കും. എന്തിനാണ് ഇയാൾ ഇത് കാണിക്കുന്നതെന്ന് എന്നോട് വളരെ ഗൗരവമായി ഇത്തരം കാര്യങ്ങൾ എടുക്കുന്നവർ ചോദിച്ചിട്ടുണ്ട്. അത് വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. പേർത്തും
ഈ നാട്ടിലെ പൗരന്മാരെയും പൊതുപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും നേതൃത്വം നൽകുന്നവരെയും ഇക്കാര്യം അനുസ്മരിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയ സംവിധാനത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. രണ്ടാമത്തത്, നമുക്കറിയാം, നമ്മളിപ്പോ നേരിടുന്ന ദീർഘമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വിവാദപരമായിട്ടുള്ള ഒന്നാണ് ഈ SIR എന്ന് പറയുന്നത്. നമ്മുടെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടക്കുകയാണെന്ന് നമുക്കറിയാം. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ആരാണെന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ജില്ലയിൽ കുറച്ചു കാലം കളക്ടറായിട്ടിരുന്നിട്ടുള്ള ആളാണ്. നമ്മുടെ പല ആളുകളും നേരിട്ട് കാണുകയും ഇടപഴകുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ കാലിബർ എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഈ തീവ്ര വോട്ടർ പട്ടികയിൽ കൂടി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാ ദിവസവും പുതിയ പുതിയ കണക്കുകൾ വരാണ്. അനേക ലക്ഷം ആളുകൾ, മൊത്തം കൂട്ടി വരുമ്പോൾ എത്രയോ കോടി ആളുകളായിട്ടുണ്ട് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറംതള്ളപ്പെടുകയാണ്. എക്സ്ക്ലൂഷൻ എന്ന് പറയും, ഒഴിവാക്കൽ. എന്താണ് ഈ വോട്ടർ പട്ടികയുടെ പ്രാധാന്യം? ജനാധിപത്യ സംവിധാനത്തിൽ ഒരു വോട്ടർ പട്ടികയുടെ പ്രാധാന്യം എന്താണ്? ഞാനിപ്പോ ഈ മീറ്റിംഗിന്റെ ആരംഭത്തിന് മുമ്പ് സലീമുമായിട്ട് സംസാരിച്ച സമയത്ത്, അതുപോലെ കൃഷ്ണനും ഹൈപ്പർ കൃഷ്ണനുമായിട്ട് സംസാരിച്ചപ്പോ അവർ വോട്ടർ പട്ടികയെ പറ്റി പറയാണ്. വോട്ടർ പട്ടിക പരിശോധിക്കുന്നതിലെ കൃഷ്ണതയെ പറ്റി പറയാം. ഇങ്ങനെ പറയുമ്പോൾ ഒരു വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഭരണഘടന പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്. എങ്ങനെയാണ് ജനാധിപത്യമാകുന്നത്? എങ്ങനെയാണ്? നമ്മൾ നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുമല്ലോ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. അങ്ങനെയാണ് അത് ആരംഭിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ആരംഭിക്കുന്നതാണ്. നമുക്കറിയാം, ഭരണഘടനയുടെ പ്രിയാമ്പിളാണ് അതിന്റെ ആത്മാവ്. അതിന്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ മുഴുവൻ സംക്ഷേപിച്ച് ആരംഭത്തിൽ പ്രഖ്യാപിക്കുന്നതാണ് പ്രിയാമ്പിൾ. മലയാളത്തിൽ നമ്മൾ അതിന് ആമുഖം എന്നാണ് പറയുന്നത്. അതിനകത്ത് അത് പറയുന്നുണ്ട്, നമ്മൾ ജനാധിപത്യമാണ്, ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് നമ്മൾ എന്ന് പറയുകയും അല്ലെങ്കിൽ അവകാശപ്പെടുകയും ഒരു ഭരണഘടന ഉണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മളൊരു ജനാധിപത്യ രാജ്യമാകും. ഒരു ഭരണഘടന ഒരു യാഥാർത്ഥ്യമാകുന്നത് എപ്പോഴാണ്? അത് യാഥാർത്ഥ്യമാകുന്നത് തെരഞ്ഞെടുപ്പിൽ കൂടി, ജനങ്ങൾ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൂടി ജനങ്ങൾ സമ്മതിദാനം രേഖപ്പെടുത്തി അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് ജനങ്ങളുടെ പ്രതിനിധികൾ ഒരു ഭരണ സംവിധാനമായി രൂപപ്പെടുമ്പോഴാണ് ജനാധിപത്യം സാർത്ഥകമാകുന്നത്. അപ്പോഴാണ്. അതിനെന്താണ് അടിസ്ഥാന പ്രമാണം? ഭരണഘടന ഒരു ഭാഗത്തുണ്ട്. അതിന്റെ ഭരണഘടനയ്ക്ക് തുല്യമായ പ്രാധാന്യം ഉള്ള രണ്ടാമത്തെ രേഖ വോട്ടർ പട്ടികയാണ്. ആ വോട്ടർ പട്ടികയിൽ തിരിമറി നടത്താനായിട്ട് ശ്രമിക്കുകയാണ്. ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരം സർവതന്ത്ര സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട, കോടതി പോലെ പ്രവർത്തിക്കേണ്ട ഒന്നാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ വോട്ടർ പട്ടിക എന്ന് പറയുന്ന ആ പ്രാമാണിക രേഖ തന്നെ ഇന്ന് ആധികാരികതയില്ലാത്ത, അത് എക്സ്ക്ലൂഷന്റെ ആളുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു പ്രത്യേക പ്രെഡിക്കമെന്റിന്റെ ഒരു ദുരവസ്ഥയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ രണ്ട് സാഹചര്യങ്ങളും നമ്മൾ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ, ഒരല്പം സമയമെടുത്ത്, ഒരുപാട് സമയമൊന്നും എടുക്കില്ല, രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ ഭരണഘടന, എനിക്ക് തോന്നുന്നത് നമ്മുടെ സിറ്റിസൺസ് ഡയസ് തന്നെ സംഘടിപ്പിച്ചിട്ടുള്ള ചില പരിപാടികളിൽ ഞാൻ ഈ ഭരണഘടനയുടെ രൂപീകരണത്തെ പറ്റി, എങ്ങനെയാണ് ഭരണഘടന ഉണ്ടായത് എന്നുള്ളതിനെ പറ്റി സംസാരിച്ചിട്ടുള്ളതാണ്. അത് ദീർഘമായിട്ട് അത് പറയാൻ ഞാൻ ഈ സമയം എടുക്കുന്നില്ല. പക്ഷെ നമ്മൾ പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടാക്കി. അതുണ്ടാക്കുന്നതിന് മുമ്പ് 1946 ആരംഭത്തിൽ തന്നെ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കുന്നതിന് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട പ്രൊവിൻഷ്യൽ അസംബ്ലികളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തി അവിടെ നിന്ന് നമ്മുടെ രാജ്യസഭയിലേക്ക് ആളുകളെ അയക്കുന്നത് പോലെ അവിടെ നിന്ന് തെരഞ്ഞെടുത്ത ആളുകൾ ഒന്നാണ് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടായത്. അതിന്റെ ഘടനയെ പറ്റിയൊന്നും പറഞ്ഞ് ഞാൻ സമയം എടുക്കുന്നില്ല. ഈ ഭരണഘടനാ നിർമ്മാണ സഭ 1946 ഡിസംബർ മാസത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ്. ഡിസംബർ 9 എന്റെ ഓർമ്മ. രൂപീകരിക്കപ്പെട്ടതാണ്. നമ്മുടെ സ്വതന്ത്ര ഭാരതമായിട്ടില്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഒരു സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിട്ട് നിൽക്കുകയാണ്. ഒരു രാഷ്ട്രം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു രാഷ്ട്രം, ഒരു സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയും ആ ഭരണഘടന രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഭ സംഘടിപ്പിക്കുകയും
അവിടെ ഭരണഘടനയുടെ പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 1947 അവസാനമാണ് അംബേദ്കർ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കുകയും അംബേദ്കർ അതിന്റെ ചെയർമാനായിട്ട് വരികയും ചെയ്യുന്നത്. ആ സമയമായപ്പോഴേക്കും ആദ്യത്തെ ഡ്രാഫ്റ്റ്, ഒറിജിനൽ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് രൂപപ്പെടുത്തി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് അത് രൂപപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അതിന് ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സെക്രട്ടേറിയറ്റ് എന്നാണ് അതിന് പറയുന്നത്. ആ സെക്രട്ടേറിയറ്റിന്റെ ചെയർമാനായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അന്ന് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഇന്ത്യക്കാരനായ ഏറ്റവും പ്രശസ്തനായ നിയമജ്ഞൻ BN റാവു, ബനഗൽ നരസിംഹ റാവു എന്ന് പറയുന്ന ആളെ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിട്ട് വെച്ചിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ടു ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നാണ് ആ ടൈറ്റിൽ, അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ അതായിരുന്നു. അദ്ദേഹമാണ് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ സമിതിയാണ്. ആ സമിതിയുടെ അധ്യക്ഷനായിട്ട്, ചെയർമാനായിട്ട് വന്നത് അദ്ദേഹമാണ്. അതുപോലെ HRV അയ്യങ്കാർ എന്ന് പറയുന്ന ഒരാൾ, തെക്കേ ഇന്ത്യക്കാരനാണ്, തമിഴ്നാട്ടുകാരനാണ്. HBR അയ്യങ്കാർ എന്നാണ്. അദ്ദേഹമായിരുന്നു അതിന്റെ സെക്രട്ടറി. ബംഗാളിൽ നിന്നുള്ള SN മുഖർജി ആയിരുന്നു ഒരു ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് തന്നെ ഉണ്ടാക്കി. നമ്മുടെ സാധാരണ PWDയിലൊക്കെയാണ് ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്നത്. അതല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്നത് SN മുഖർജിയാണ്. നിങ്ങൾക്കറിയാമോ, ഇവർ 3 പേരും ICSകാരാണ്, ഇന്ത്യൻ സിവിൽ സർവീസ്. നമ്മുടെ IASന്റെ പ്രാഗ്രൂപമാണ്, ബ്രിട്ടീഷ് സിവിൽ സർവീസ് ആണ്. 3 പേരും ഇന്ത്യൻ സിവിൽ സർവീസിലെ അംഗങ്ങളായിരുന്നു. BN റാവുവും അതുപോലെ തന്നെ ഈ അയ്യങ്കാരും, HBR അയ്യങ്കാറും SN മുഖർജിയും ഇതിലെ അംഗങ്ങളായിരുന്ന ആളുകളാണ്. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കുന്നതിലും ആദ്യത്തെ വോട്ടർ പട്ടിക, വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനും നേതൃത്വം കൊടുത്തത് ഈ 3 പേരടങ്ങുന്ന, ഈ 3 പേരും അവരോടൊപ്പം ഉണ്ടായിരുന്ന വേറെ 2-3 ആളുകൾ കൂടിയുണ്ട്, അവരടങ്ങുന്ന ഒരു സംഘമായിരുന്നു എന്നുള്ളതാണ്. ഞാൻ എങ്ങനെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കിയെന്നുള്ളത് രണ്ടാമത് പറയാം. അങ്ങനെ ഇവരുടെ പരിശ്രമ ഫലമായിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റ് ഉണ്ടാവുകയും ആ ഡ്രാഫ്റ്റ് 1949 നവംബർ 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അംഗീകരിക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. അതൊരു ദീർഘമായ കഥയാണ്, ഞാൻ സമയക്കുറവുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ ഇലക്ട്രൽ റോളിനെ പറ്റി പറയാം. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ഈ ഇലക്ട്രൽ റോള് എങ്ങനെയാണ് ഉണ്ടായത്, ആദ്യത്തെ ഇലക്ട്രൽ റോൾ എങ്ങനെയാണ് ഉണ്ടായത്? നമ്മുടെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ പഠിക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് അത് രൂപപ്പെട്ടത്? ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സെക്രട്ടേറിയറ്റ് രൂപപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഈ BN റാവു എന്ന് പറയുന്ന ആള് അന്ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനും ഇതിനൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു, ആദ്യത്തെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. ആ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നവർക്കും ഒരു നോട്ട് എഴുതി അയക്കുകയാണ്. ഇതാണ് ചെയ്യേണ്ടത്: ഭരണഘടന ഉണ്ടായി കഴിഞ്ഞാൽ ഒട്ടും വൈകാതെ തന്നെ നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തുകയും അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ കൂടിച്ചേർന്ന് രൂപപ്പെടുത്തുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാവുകയും ചെയ്യണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് വേണം. ആ വോട്ടേഴ്സ് ലിസ്റ്റ് രൂപപ്പെടുത്തുന്നതിനുള്ള പ്രവൃത്തികളിലേക്ക് കടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ നോട്ടിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ സമ്മതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരുങ്ങുന്നതെന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ബ്രിട്ടീഷ് സിവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥരായിരുന്നു ഇവർ. അവരാണ് പറയുന്നത് എങ്ങനെയാണ് ഒരു ജനാധിപത്യ സംവിധാനം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യേണ്ടത്. നമുക്കറിയാം, ഈ ഇന്ത്യ ഒരു ജനാധിപത്യ ഭരണക്രമം ഉണ്ടാകണം. ഇവിടെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം എന്നുള്ള ശുപാർശ 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിലാണ്. പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്ന ആ ആശയം കോൺഗ്രസ് ചർച്ച ചെയ്തിട്ട് അതിന് സമൂർത്തമായിട്ടുള്ള ഒരു രൂപം കൊടുക്കുന്നത് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ്. നിങ്ങൾ ഓർക്കണം, ലോകത്ത് അമേരിക്ക പോലുള്ള രാജ്യം, ഇംഗ്ലണ്ട് പോലുള്ള രാജ്യം, ഇവരൊക്കെയാണല്ലോ ജനാധിപത്യത്തിന്റെ പഴയ ഒരു മാതൃകകളായിട്ട് നമ്മൾ പറയുന്നത്. അവിടെ പോലും അവർക്ക് അവര് സ്വന്തമായിട്ടുള്ള രീതിയിൽ ജനാധിപത്യ പരീക്ഷണങ്ങൾ നടത്തിയ എത്രയോ വർഷങ്ങൾ ശേഷമാണ് ഈ പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത്. നമ്മളിവിടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് നടന്നിട്ടുള്ള അസംബ്ലികളുണ്ടല്ലോ, തിരുക്കൊച്ചി നിയമസഭ എന്ന് പറയുന്നതുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒന്നും പ്രായപൂർത്തി വോട്ടവകാശമില്ല. ഒരു സെലക്ടഡ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, ആളുകളാണ് വോട്ട് ചെയ്യുന്നത്. അവരുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ
അതല്ലാതെ മുഴുവൻ ആളുകൾക്കും, പ്രായപൂർത്തിയായ മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് രൂപപ്പെടുത്തണമെന്ന് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സെക്രട്ടേറിയറ്റിന്റെ ചെയർമാനായിരുന്ന BN റാവുവിന്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച ഒരു പ്രക്രിയയാണ് അതുണ്ടായത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയുടെ ഒരു പ്രദേശം മുഴുവൻ ബ്രിട്ടീഷുകാർ ഭരിക്കുകയാണ്. ബ്രിട്ടീഷ് പ്രോവിൻസസ് എന്ന് പറയുന്നത് 50-ലധികം പ്രോവിൻസസ് ഉണ്ട്, പല ചെറുതും വലുതുമായിട്ട്, പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പിന്നെ നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്ന ഇതുണ്ട്. 552, കൃത്യമായി പറഞ്ഞാൽ 552 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾ എന്ന് പ്രിൻസിലി സ്റ്റേറ്റ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 552 രാജ്യങ്ങൾ. അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ സ്വതന്ത്രമായി നിൽക്കാനോ നിൽക്കാതിരിക്കാനോ ഇന്ത്യൻ യൂണിയനിൽ ചേരാനോ ഉള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ ബ്രിട്ടീഷുകാർ തയ്യാറായിരുന്നു എന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള പ്രദേശങ്ങളെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആദ്യത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഓരോ പ്രദേശത്തെയും ഈ ആളുകൾക്ക്, ഭരണാധികാരികൾക്ക് ഇവര് കത്തുകൾ അയക്കുകയാണ്. ഈ വോട്ടേഴ്സ് ലിസ്റ്റിന് എന്താണ് ചെയ്യേണ്ടത്, പ്രൊസീജിയർ എഴുതി ഉണ്ടാക്കിയിട്ട് അത് പ്രാദേശികമായിട്ടുള്ള അന്നത്തെ ഈ പ്രസിദ്ധീകരണമുണ്ട്, പത്രങ്ങളുണ്ട്, ആ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കും. അങ്ങനെ പ്രസിദ്ധീകരിച്ചു കഴിയുമ്പോൾ ജനപ്രതിനിധികൾ അറിയേണ്ട കാര്യമാണ്, ഈ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകർ അറിയേണ്ട കാര്യമാണ്. അത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള്, പൊതുപ്രവർത്തകര്, ക്ലബ്ബുകള്, സാംസ്കാരിക സംഘടനകള് ഇവരേറ്റെടുത്ത് കഴിഞ്ഞിട്ട് ഇവരുടെ വേദികളിലെല്ലാം ഇത് ചർച്ച ചെയ്യും. ഇതാ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാകാൻ പോകുന്നു പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തണം എന്ന് പറഞ്ഞ് വ്യാപകമായ തോതിൽ ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഡിസ്കഷൻ ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ എന്താണ് ഒരു ജനപ്രതിനിധി സഭ എന്നുള്ളതിനെ സംബന്ധിച്ചും, എന്താണ് വോട്ടിംഗ് എന്നുള്ളതിനെ സംബന്ധിച്ചും, എങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുമുള്ള വ്യാപകമായ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇന്ത്യയിൽ മുഴുവൻ നടന്നത് ഈ ആദ്യത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്ന ആ പ്രക്രിയയുടെ ഫലമായിട്ടാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണ് ഈ ആദ്യത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാമോ, 17 കോടി വോട്ടേഴ്സാണ് എന്നുണ്ട്. ആദ്യത്തെ തെരഞ്ഞെടുപ്പില് 1951-52 ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് നമ്മൾ ഓർക്കണം. 1951 നവംബർ മാസത്തിൽ ആരംഭിച്ച് 1952 ഫെബ്രുവരി മാസത്തിലാണ് ആദ്യത്തെ ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. 4 മാസം കൊണ്ടാണ് പൂർത്തിയായത്. അതിനു മുമ്പ് വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടായി. ഏത് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് മുമ്പ് 1950 ഈ ജനുവരി 26 മുമ്പ് നമ്മുടെ കയ്യിൽ ഒരു ഡ്രാഫ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടായി എന്നുള്ളതാണ്. ആ ഡ്രാഫ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഒരു നേരം പോക്ക് പറഞ്ഞാല്, നമ്മൾ ഡൽഹിയിലെ ഗാന്ധി മ്യൂസിയം അല്ല, നെഹ്റു മ്യൂസിയം ഉണ്ടല്ലോ, നെഹ്റു മ്യൂസിയം ആൻഡ് മ്യൂസിയം ലൈബ്രറി, മെമ്മോറിയൽ ആൻഡ് മ്യൂസിയം ലൈബ്രറി എന്നാണ് അതിന്റെ പേര്. അതിന്റെ പേര് മാറ്റിയല്ലോ, നെഹ്റു എന്നുള്ള പേര് മാറ്റി പ്രൈം മിനിസ്റ്റേഴ്സ് മെമ്മോറിയൽ ആൻഡ് മ്യൂസിയം എന്നാക്കി മാറ്റിയത്. അവിടുത്തെ ആർക്കൈവുകളും, അതായത് പ്രാമാണികമായിട്ടുള്ള രേഖകളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്ത് നമ്മുടെ ഈ നെഹ്റു മെമ്മോറിയൽ ആൻഡ് മ്യൂസിയം ലൈബ്രറിയുടെ ആർക്കൈവില് ഞാൻ അവിടെ പോയിട്ടുള്ളതാണ്. പക്ഷെ ഈ രേഖകൾ ഞാൻ നോക്കിയിട്ടില്ല. അവിടെ ഇരിക്കുന്ന ഈ രേഖകൾ പരിശോധിച്ച് ഈ അടുത്ത കാലത്തായിട്ട് കുറെ ഗവേഷകന്മാര് ഇതേപ്പറ്റി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്ത്യക്കാരുണ്ട്, വിദേശികളായിട്ടുള്ള ആളുകളുണ്ടെന്നുള്ളതാണ്. അതായത് ഹൈഫ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് ഇസ്രയേലിലെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ഹൈഫ എന്ന് പറയുന്നത് മെഡിറ്ററേനിയന്റെ തീരത്തുള്ള ഒരു കാർമൽ മൗണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെയുള്ള ഒരു പട്ടണമാണ് ഹൈഫ എന്ന് പറയുന്നത്. അവിടെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഈ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിന്റെ ഒരു വകുപ്പുണ്ട്, ഒരു പ്രത്യേക വകുപ്പുണ്ട്. അവിടെ പ്രൊഫസറായിട്ടുള്ള ഓർണിത് ഷാനി എന്ന് പറയുന്ന ഒരു ലേഡി, അവരോടൊപ്പം മറ്റൊരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാള് ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അയാളുടെ പേര് രോഹിത് ദേ എന്നാണ്. ഇവര് രണ്ടുപേരും രണ്ടിടത്തിരുന്ന് ഗവേഷണം ചെയ്തതാണ്, പക്ഷെ ഒരേ കാര്യത്തെ പറ്റിയാണ്. അവർ ഈ ആർക്കൈവ് പരിശോധിച്ച് അതിൽ നിന്നുള്ള രേഖകൾ കണ്ടെടുത്തു. ആ കണ്ടെടുത്തിട്ട് അവരൊരു പുസ്തകം എഴുതാണ്, അസംബ്ലിംഗ് ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഞാൻ ഇന്നലെ അത് ശ്രീ PSL ലത്തീഫിനെ ആ പുസ്തകം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അസംബ്ലിംഗ് ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. അതുപോലെ തന്നെ ഈ ഓർണിത് ഷാനി ഹൗ ഇന്ത്യ ബിക്കെയിം ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞ് വീണ്ടും അതിനുശേഷം ഇതിനകത്ത് അവർ പോയി ഈ ആർക്കൈവ് പരിശോധിച്ചപ്പോൾ അവര് പോലും അത്ഭുതപ്പെട്ടു പോയ ഒരു കാര്യം, ഈ രേഖകൾ മുഴുവൻ, അതായത് ഇവരിവിടുന്ന് അയച്ച ഈ ഇത് എന്താണ് ഡെസ്പാച്ചസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതേ സംബന്ധിച്ച് വന്ന എൻക്വയറികളുണ്ട്. നാട്ടിൻപുറങ്ങളിലെ
രാഷ്ട്രീയ പ്രവർത്തകര്, സാംസ്കാരിക സംഘടനകള്, ബഹുജന സംഘടനകള്, ഇവരെല്ലാം ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സെക്രട്ടേറിയറ്റിലേക്ക് കത്തയക്കുകയാണ്. ഈ കത്തുകളെല്ലാം ഇവർ വായിച്ച്, അത് ചവറ്റുകൊട്ടയിൽ എറിയുകയല്ല ചെയ്യുന്നത്, ഈ കത്തുകളെല്ലാം വായിച്ചിട്ട് അവരതിന് മറുപടി കൊടുക്കും. ആ കൊടുത്ത മറുപടിയുടെ സമ്മറി ഈ വന്ന കത്തിന്റെ സൈഡിൽ നോട്ടായിട്ട് എഴുതി വയ്ക്കും. അങ്ങനെ എഴുതി വെച്ചിട്ടുള്ള നോട്ടുകളുടെ വലിയ ഒരു സമാഹാരം ഈ നെഹ്റു മെമ്മോറിയൽ ആൻഡ് മ്യൂസിയം ലൈബ്രറിയുടെ ആർക്കൈവിലുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ രേഖകളുണ്ട് ഇപ്പോഴും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുന്നതിനുള്ള ഔചിത്യം അന്നത്തെ ഈ ബ്രിട്ടീഷ് സിവിൽ സർവീസുകാർ കാണിച്ചിരുന്നു എന്നുള്ളതാണ്, ICSകാർ കാണിച്ചിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ രേഖകളൊക്കെ ഇപ്പോൾ ഉള്ളത്. ഇനി ഒരു ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഈ രേഖകളൊക്കെ അവിടെ കാണുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. കാരണം ചരിത്രം മാറ്റി എഴുതുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണ് ഈ ആദ്യത്തെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാകുന്നത്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാകുന്ന ഈ കാലഘട്ടം എങ്ങനെയുള്ള കാലഘട്ടമാണ്? 1947 ഓഗസ്റ്റ് 15 നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ഈ ലോക ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള അഭയാർത്ഥി പ്രവാഹമുണ്ടായി. ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന പടിഞ്ഞാറൻ പാകിസ്ഥാനാണ്. അവിടെ നിന്ന് ഒരുപാട് ആളുകൾ, അസംഖ്യം ആളുകൾ, ഏതാണ്ട് 18 ലക്ഷത്തിലധികം ആളുകൾ അഭയാർത്ഥികളായിട്ട് വന്നു എന്നാണ്. അതുപോലെ ബംഗ്ലാദേശ് ഭാഗത്തു നിന്ന് വന്നു. ഇവർ ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിലും അനേകം സ്റ്റേറ്റുകളിലായിട്ട് വന്ന് താമസിക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് ഇതിനു മുമ്പ് ഇവർക്ക് അഡ്രസ് ഇല്ല, മേൽവിലാസമില്ല. ഇങ്ങനെയുള്ള ആളുകൾ വന്ന് ഒരു വ്യവസ്ഥയുമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത്. നമുക്കറിയാലോ, ഇപ്പോ വോട്ടേഴ്സ് ലിസ്റ്റ് പുതിയ SIR അനുസരിച്ച് അതാണ് നിങ്ങളുടെ അഡ്രസ്, നിങ്ങളുടെ മാതാപിതാക്കൾ എവിടെയാണ് വോട്ട് ചെയ്തത് തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് ആളുകളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. എങ്കിൽ ആദ്യത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അവരെടുത്തിരുന്ന പ്രമാണം എത്ര പേരെ ഉൾപ്പെടുത്താൻ സാധിക്കുമോ അത്രയും പേരെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. ഇൻക്ലൂഷൻ ആയിരുന്നു അന്നത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഇന്നത്തെ മുദ്രാവാക്യം എന്താണ്? SIR-ലായപ്പോൾ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നതാണ് മുദ്രാവാക്യം. ഇതാണ് വന്നിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് പകലും ഇരുട്ടും പോലുള്ള വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ രൂപപ്പെടുത്തിയ ആദ്യത്തെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ചാണ് ഈ 51-52 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഞാൻ അതിന്റെ വലിപ്പം, ഈ വോട്ടേഴ്സ് ലിസ്റ്റ് നമ്മുടെ ഈ നെഹ്റു മെമ്മോറിയൽ ആൻഡ് മ്യൂസിയം ലൈബ്രറിയിൽ ഇരിക്കുന്ന ആദ്യത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടല്ലോ, ആ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ വലിപ്പത്തെ പറ്റി ഞാൻ പറയാം. ഈ 17 കോടി ആളുകളുടെ പേരുള്ള ലിസ്റ്റാണ്. അതിന്റെ കനം അത് ടേബിൾസ് ആയിട്ടാണ്. ജില്ല, അത് കഴിഞ്ഞ് താലൂക്ക്, അത് കഴിഞ്ഞ് താന, ഇങ്ങനെ പോയിട്ട് നമ്മൾ വില്ലേജ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഓരോന്നിന്റെ ടേബിൾസ് ഉണ്ടാക്കി ആ ടേബിൾസ് അനുസരിച്ചാണ് ആ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ടാബുലറാണ് ആ ലിസ്റ്റ്. ആ ടാബുലർ ലിസ്റ്റില് അതിന്റെ കനം എന്ന് പറയുന്നത് 150.87 മീറ്ററാണ് തിക്നെസ് എന്ന് പറയുന്നത്. അതായത് ഒരു 825 അടി ആണ് അതിന്റെ കനം എന്ന് പറഞ്ഞാൽ, പഴയ ആളുകൾ പറഞ്ഞ ഒരു 3/4 ഫർലോങ് ഉണ്ട് എന്നുള്ളതാണ്. അത്രയും തിക്നെസ്സിലാണ്. ഇത് എത്ര ഒരു ശ്രമകരമായ ജോലിയായിരുന്നു നമ്മൾ ഓർക്കണം. ആരെയും ഒഴിവാക്കാതെ. എന്തായിരുന്നു പൗരത്വത്തിന്റെ അടിസ്ഥാനം? 1947 പൗരത്വത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇത് എന്റെ രാജ്യമാണ് എന്ന് അംഗീകരിച്ച് ഇവിടെ ജീവിക്കാൻ സന്നദ്ധതയുള്ള എല്ലാവരെയും ഇന്ത്യക്കാരായി പരിഗണിക്കണം. ഇതായിരുന്നു അടിസ്ഥാനം. ഗാന്ധിജി പറഞ്ഞല്ലോ, സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? ഇവിടെ കുറെ ബ്രിട്ടീഷുകാർ താമസിക്കുന്നുണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരല്ലാത്തവര്. അവരെന്ത് ചെയ്യും? അവർക്ക് ഈ രാജ്യത്തെ അവരുടെ സ്വന്തം രാജ്യമായി അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ഇംഗ്ലീഷുകാരന് ഇവിടെ വിട്ടുപോകേണ്ട കാര്യമില്ല, അവർക്ക് ഇവിടെ താമസിക്കാം. ഇപ്പൊ നിങ്ങൾ ഇന്നലെ മരിച്ച മാർക്ക് ടുള്ളിയെ പറ്റി പറഞ്ഞല്ലോ, അദ്ദേഹം BBC-യുടെ കറസ്പോണ്ടന്റ് ആയിട്ട് ഇവിടെ വന്നതാണ്. അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ പെർമിറ്റ്, വോട്ടവകാശം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടെ താമസിക്കുന്നതിനുള്ള ഒരു സ്പെഷ്യൽ പെർമിറ്റ്, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി നമ്മൾ. അദ്ദേഹം ഇവിടെ തുടർന്ന് ഡൽഹിയിൽ താമസിക്കുന്ന ആളായിരുന്നു. ഇങ്ങനെ ഇൻക്ലൂഷൻ ആയിരുന്നു അന്നത്തെ. ഇന്ത്യയെ അവരുടെ മാതൃരാജ്യമായി അംഗീകരിക്കാൻ സന്നദ്ധതയുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന ഒന്നായിരിക്കണം. അതാണ് പൗരത്വത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടായത് എന്ന് പറയുന്നത്. ഈ അടിസ്ഥാനത്തിലായിരുന്നു ഇത് രൂപപ്പെട്ടതെന്ന് നമ്മൾ അറിയേണ്ടതാണ്. അപ്പൊ ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇങ്ങനെ ഏറ്റവും പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾ ഇത്രയും കാലം, അതായത് 1946 മുതൽ
49 വരെ ഏകദേശം 4 വർഷം ചർച്ച ചെയ്ത് 3 വർഷം ചർച്ച ചെയ്ത് അംഗീകരിച്ച ഈ ഭരണഘടന എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് യോജിച്ചതല്ല എന്ന് പറയാണ്. അതുകൊണ്ട് വേറൊരു ഭരണഘടന ഇതിനെ മനുസ്മൃതി കൊണ്ട് പകരം വയ്ക്കാമെന്ന് പോലും പറയാണ്. അങ്ങനെ ഒരു വെല്ലുവിളിയും ഏറ്റവും കൂടുതൽ ആളുകളെ ചേർത്ത് സമഗ്രമായ ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കണം എന്നുള്ള സമീപനത്തിൽ നിന്ന് കഴിയുന്നത്ര ആളുകളെ, അതായത് ഈ മുഖ്യധാരയിൽ പെടാത്ത ആളുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു റിവിഷൻ നടത്തണം എന്ന് പറയുന്ന സമീപനവും തമ്മിലുള്ള അന്തരം ആണ് നമ്മുടെ ഈ റിപ്പബ്ലിക്ക് ഇന്ന് നേരിടുന്ന സമൂർത്തമായ വെല്ലുവിളി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് മുമ്പ് ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് ഉണ്ടായിരുന്നത് പോലെയുള്ള കുറെ കൂടെ അനായാസമായി ചെയ്യാവുന്ന കാര്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഈ റിപ്പബ്ലിക്കിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ പറയുന്നത് ജനാധിപത്യത്തിന് എബ്രഹാം ലിങ്കൺ കൊടുത്ത നിർവചനമാണ് നമ്മളെല്ലാവരും ഏറ്റുപറയുന്നത്. എ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, പിന്നെ ഫോർ ദ പീപ്പിൾ എന്ന് പറയും. എന്താണ് ഈ ഗവൺമെന്റ് ബൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ? ഗവൺമെന്റ് ബൈ ദ പീപ്പിൾ ആകണമെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് മുഴുവൻ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടാകണം. ജനങ്ങൾ പങ്കെടുത്ത് സമ്മതിദാനം രേഖപ്പെടുത്തി അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് ആ പ്രതിനിധികൾ കൂടി ഭരണം നിർവഹിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുമ്പോഴാണ് ജനാധിപത്യമാകുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ജനാധിപത്യമാകുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഓർക്കുമല്ലോ, മിസസ് ഗാന്ധി ഇവിടെ എമർജൻസി പ്രഖ്യാപിച്ചു. ആ എമർജൻസി പ്രഖ്യാപിച്ച് ജനാധിപത്യം പോയി എന്നുള്ള ആരോപണം വന്നു കഴിഞ്ഞിട്ട് അതിന് റിലാക്സേഷൻ കൊടുത്തപ്പോൾ അവരെന്താണ് ചെയ്തത്? ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇലക്ഷൻ കുറെ കൂടെ വൈകി മതി എന്ന് അവർക്ക് അഡ്വൈസ് കൊടുത്തതാണ്. കേരളത്തിൽ നിന്നുള്ള ആളുകൾ പോലും ഉപദേശിച്ചതാണ്. പക്ഷേ 77 ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് നമുക്കറിയാം. കാരണം ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോഴാണ് ഈ ജനാധിപത്യ പ്രക്രിയയ്ക്ക് എന്തെങ്കിലും തടസ്സം ഏതെങ്കിലും കാരണവശാൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിനുള്ള പൗരന്റെ അവകാശം എന്ന് പറയുന്നത് അംഗീകരിക്കപ്പെടുകയും അത് വോട്ടേഴ്സ് ലിസ്റ്റിൽ കൂടി വ്യവസ്ഥാപിതമാവുകയും ചെയ്യുമ്പോഴാണ്. അപ്പോൾ വെറുതെ പറഞ്ഞാൽ പോരാ, അതിന് വ്യവസ്ഥാപിതത്വം കിട്ടുന്നത് എങ്ങനെയാണ്? വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരുമ്പോഴാണ്. എന്റെയോ നിങ്ങളുടെയോ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല. ഇവിടുത്തെ ഗവൺമെന്റ് ഒരു ജനങ്ങളുടെ ഗവൺമെന്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഏതാനും പേരുടെ ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പുണ്ടായിരുന്നല്ലോ ഇവിടെ, അതായത് ഈ പ്രായപൂർത്തി വോട്ടവകാശം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന കാലത്തെ ജനപ്രതിനിധി സഭ ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്നുണ്ടായിരുന്നില്ല. അന്ന് കരം കൊടുക്കുന്നവര്, ഇത്ര ഏക്കർ ഭൂമിയുള്ളവര്, ഇന്ന തൊഴിലുള്ളവര്, അങ്ങനെയുള്ളവരുടെ പ്രതിനിധികളാണ് പോയിരുന്നത്. അതിനകത്ത് ജനങ്ങളുടെ പ്രതിനിധികളായിരുന്നില്ല. പക്ഷേ നമ്മൾ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ, നമ്മൾ റിപ്പബ്ലിക് ആയപ്പോൾ നമ്മൾ അംഗീകരിച്ചത് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് പോലെ ഒരു തരത്തിലുള്ള വിവേചനവുമില്ലാതെ സ്ത്രീക്കും പുരുഷനും ഈക്വലായിട്ട് തുല്യമായിട്ടുള്ള അവകാശത്തോട് കൂടിയിട്ടുള്ള ഇതാണ് വരേണ്ടത്. അതുകൊണ്ട് ആ ഒരു ക്രമീകരണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരുതലോടുകൂടി ഇരിക്കേണ്ടത് പൊതുപ്രവർത്തകരായിട്ടുള്ളവരുടെ മാത്രമല്ല ഒരു പൗരന്റെ കടമയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പൗരത്വം സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മളൊരു അനായാസമായി ചെയ്യാവുന്ന ഒരു കാര്യമല്ല. നമ്മുടെ സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ, പൗരാവകാശങ്ങൾ നിലനിൽക്കണമെങ്കിൽ, പണ്ട് ഒരു ഇംഗ്ലീഷ് ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, ഇറ്റേണൽ വിജിലൻസ് ഈസ് ദ പ്രൈസ് ഓഫ് ലിബർട്ടി എന്ന് പറയും. സ്വാതന്ത്ര്യത്തിന്റെ വില എന്ന് പറയുന്നത് നിതാന്ത ജാഗ്രതയാണെന്ന് പറയും. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി നമ്മൾ ഇരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്നുള്ളതാണ്. അതാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഒരു സന്ദേശം എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുള്ളത്. നമ്മുടെ റിപ്പബ്ലിക്ക് പല വെല്ലുവിളികളും പല രംഗങ്ങളിൽ നിന്ന് നേരിടുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം, ഇപ്പൊ കോടതി ഉൾപ്പെടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എല്ലാം അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരർത്ഥത്തില്. നമ്മുടെ സർവകലാശാലകള്, നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങള്, ഇതെല്ലാം ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിലേഷൻസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം കോപ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള വെല്ലുവിളികളുണ്ട്. പക്ഷെ മുഖ്യമായും ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഇന്ത്യൻ ഭരണഘടന അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു, ജനാധിപത്യ സംവിധാനത്തിന്റെ രണ്ടാമത്തെ പ്രാമാണിക രേഖയായ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്, പ്രായപൂർത്തി ഈ വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തേണ്ട വോട്ടേഴ്സ് ലിസ്റ്റ്, അത് ഈ രീതിയിൽ അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു.
അതിനെതിരെ ജാഗ്രത പുലർത്തുകയും അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമ്മുടെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുമ്പോഴാണ് ഈ റിപ്പബ്ലിക്ക് സുരക്ഷിതമായി തുടരാൻ പോകുന്നത് എന്ന കാര്യം ഓർമ്മിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.